ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെ നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ ശരണ്യയ്ക്ക് അലീനയെ കാണണമെന്ന് പറയുന്നുണ്ട്. ഫോൺ വിളിച്ച സമയത്ത് അലീനയ്ക്ക് സുഖമില്ലെന്ന് അറിയുന്നുണ്ട്. ആ സമയത്ത് അലീനയെ വീട്ടിൽ പോയി കാണണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിർബന്ധം പിടിക്കുകയാണ്. ആ സമയത്താണ് ശരണ്യയുടെ അമ്മ ആഹാരം കഴിക്കാൻ വന്ന് വിളിക്കുന്നത്. വേണ്ട, എനിക്ക് ആഹാരമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിനക്ക് എന്താ ആവശ്യമെന്ന് ചോദിക്കും. എനിക്ക് അലീന ചേച്ചിയെ കാണണം. അലീനയെ കാണണോ? നീ എന്തൊക്കെയാണ് മോളെ പറയുന്നത്? അവളാ വീട്ടിലൊരു വേലക്കാരിയാണ്. അവളെ നമ്മൾ കാണാൻ ചെല്ലുമെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അലീന ചേച്ചി അവിടെ ഒരു വീട്ടുവേലക്കാരിയായിട്ടൊന്നും അല്ല, അവിടുത്തെ ഒരു അംഗത്തെ കണക്കാണ് കഴിയുന്നത്. അതുകൊണ്ടല്ലേ എന്നെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതെന്ന് പറയും. അത് ചിലപ്പോൾ അവൾ മറ്റെവിടെയെങ്കിലും പോകണമെന്ന് കരുതി ആയിരിക്കും ഇങ്ങോട്ട് വരുന്നതെന്ന് പറയും. അവിടെ എല്ലാവർക്കും അറിയാം അലീന ചേച്ചി എന്നെ കാണാൻ വരുന്നതെന്ന്. അലീന ചേച്ചിക്ക് സുഖമില്ലമ്മേ, ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ചേച്ചിക്ക് പനിയാണെന്ന് പറഞ്ഞു. എനിക്ക് ചേച്ചി ഒന്ന് നേരിട്ട് കാണണമെന്ന് പറയും. ഇതേ ശരണ്യ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. ഇപ്പം തന്നെ ഗോപം പറയുന്നത് നിന്നെ ഞാൻ ലാളിച്ച് വഷളാക്കിയെന്നാണ്. നീ വന്ന് ആഹാരം കഴിച്ചേ എന്ന് പറയും. വേണ്ട, അലീന ചേച്ചിയെ കാണാൻ പോകാമെന്ന് പറയുവാണെങ്കിൽ മാത്രമേ ഞാൻ ആഹാരം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ശരണ്യ നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. ശരണ്യയുടെ വാശിക്ക് മുമ്പിൽ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ചെയ്യുന്ന അച്ഛനോട് പറയുന്നുണ്ട്, അവൾ ആഹാരമൊന്നും കഴിക്കുന്നില്ല, 2 ദിവസം കൊണ്ട് ആഹാരം കഴിക്കാതിരിക്കുക. അവൾക്ക് അലീനയെ കാണണമെന്ന് പറയുന്നു. അലീനയോ? അതെ. അവൾ എന്തറിഞ്ഞുകൊണ്ട് ഈ സംസാരിക്കുന്നത്? കേസിലകപ്പെട്ട ഒരു പ്രതിയുടെ വീട്ടിലോട്ട് നമ്മൾ കാണാൻ ചെല്ലുമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ നാട്ടുകാർ മൊത്തം നമുക്കെതിരെ. ഇനി അവിടെ ചെന്ന് അവരെ കാണാനും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് എന്തെങ്കിലും ഇളവ് ചെയ്ത് തരുമോ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് വെറുതെ അവിടുത്തെ ആവശ്യമില്ലാത്ത നിർബന്ധമൊന്നും കാണിക്കേണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ എത്ര തവണ പറഞ്ഞെന്നറിയാവോ എന്ന് പറയും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഗോപൻ ഇങ്ങോട്ട് വന്നിട്ട് പറയും, അവളുടെ വാശിക്ക് വെറുതെ അച്ഛനും അമ്മയും കൂട്ടി നിൽക്കരുത്. ആവശ്യമില്ലാത്ത ഓരോ നിർബന്ധങ്ങൾ അവൾ കാണിച്ചു കൂട്ടുക എന്നൊക്കെ പറയും. ഞാനും പലതവണ പറഞ്ഞിട്ടുണ്ട് അവൾ പറയുന്ന കേട്ടൊന്നും ചെയ്യില്ലെന്ന്. ആ അലീനയുടെ വന്നപ്പോഴത്തോട്ട് ഓരോരോ പ്രശ്നങ്ങളാണ്. ഇനിയും വെറുതെ പ്രശ്നങ്ങൾ വഷളാക്കരുതെന്ന് പറയും. ഉടനെ അവരുടെ അച്ഛനും പറയും, അവൾ ആഹാരം കഴിക്കാതിരിക്കുമല്ലേ മോനെ എന്ന് പറയും. എങ്കിലും നിങ്ങൾ ഇഷ്ടം കണക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറയും. ആ സമയത്ത് നമ്മുടെ ശരണ്യയുടെ അച്ഛൻ പറയും, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം എനിക്കാണെങ്കിൽ വീടും അറിയത്തില്ലെന്ന് പറയും. അല്ല, ഷാജിക്ക് അറിയാമല്ലോ, ഷാജിയല്ലേ മുമ്പ് ആ പെണ്ണിനെ അവിടെ കൊണ്ട് വിട്ടിട്ടുള്ളതെന്ന് പറയും. അത് ശരി, എങ്കിൽ കാര്യം ചെയ്യും, നീ ഷാജിയോടും സംസാരിക്കും, നീ മോളെയും കൂട്ടി അവിടെ വരുന്ന് പോയിട്ട് വാ. എന്തോ പറഞ്ഞാലും അവൾക്ക് സുഖമില്ലെന്ന് അറിയുന്നുണ്ടല്ലേ മോള് പോകണമെന്ന് പറയുന്നത്. അവൾ ഇവിടെ നിന്നൊരു സമയത്ത് അവളെ കാണാനും സംസാരിക്കാനും ഒക്കെ അവൾ എന്ത് റിസ്ക് എടുത്താണ് വന്നത്. നമുക്കറിയാമല്ലോ, ഗോപനും കൂട്ടരും ചേർന്ന് മണ്ണെണ്ണ അവളെ തലവഴി ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് പോലും അവൾ ഇവിടെ വന്ന് ശരണ്യയെ കണ്ടതിന് ശേഷം ശരണ്യയ്ക്ക് ഈ ഒരു മാറ്റം ഉണ്ടായെന്നൊക്കെ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്. എങ്കിൽ നീ എന്തായാലും ഷാജിയോടൊന്ന് സംസാരിക്കാൻ പറയും. അങ്ങനെ ഷാജി എടുത്ത് ചെന്ന് ശരണ്യയുടെ അമ്മ സംസാരിക്കും. ശരണ്യയ്ക്ക് അലീനയെ ഒന്ന് കാണാൻ പോകണമെന്ന് പറയുന്നു. ഷാജി ഞങ്ങളെ അവിടെ വരുന്ന് കൊണ്ടുവിടണം, എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു ധൈര്യമില്ലെന്ന് പറയും. അത് സാരമില്ല, ഞാൻ കൊണ്ടുപോകാം എന്ന് പറയും. അവളൊരു നല്ല പെൺകുട്ടിയാണ്, അവൾ എപ്പോഴും ശരണ്യയ്ക്ക് നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറയും. അവളുടെ വാശിയാണ് എന്ന് പറയും. എന്തായാലും അവൾക്ക് സുഖമില്ലെന്നും ആയതുകൊണ്ടല്ലേ ശരണ്യ പോകണമെന്ന് പറയുന്നത്, ഞാൻ കൊണ്ടുപോകാമെന്ന് പറയും. എന്തായാലും നിങ്ങൾ റെഡിയാവും, ഞാൻ നിങ്ങളെ ഉച്ചയ്ക്ക് ശേഷം കൊണ്ടുപോകാമെന്ന് പറയും. അങ്ങനെ വീട്ടിൽ വന്ന് ശരണ്യ അടുത്ത് പറയും, മോളെ ഷാജി നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മോൾ റെഡിയാവാൻ പറയും. എനിക്കൊട്ടും ധൈര്യമില്ല അങ്ങോട്ട് പോകാൻ, പിന്നെ നിൻ്റെ നിർബന്ധത്തിന് വഴി പോകാമെന്ന് പറയും. ഒരു സാരമില്ലമ്മേ, ഒരു പ്രശ്നവുമില്ല, നമ്മളവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമാവുമെന്ന് പോലും അറിയത്തില്ല. ഇനി അവളെ കാണിക്കാൻ സമ്മതിക്കുമോ? ഒരു കുഴപ്പം ഉണ്ടാവത്തില്ലമ്മേ, അലീന ചേച്ചിയുടെ വീട്ടിലുള്ളവരൊക്കെ നല്ല ആൾക്കാരാന്ന് പറയും. ശരി, എന്തായാലും നീ റെഡിയാവാൻ പറയും. അങ്ങനെ അവർ നെടുമ്പുരയ്ക്കൽ ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് പോകാൻ റെഡിയാവുകയാണ്. അതേ സമയത്താണ് നമ്മുടെ ബാലേന്ദ്രൻ്റെ വീട് കാണിക്കുന്നത്. ആ സമയത്ത് അലീനയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ബബിതയും കൃഷ്ണമോളും കൂടിയാണ്. ബബിതയാണ് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ചെയ്യുന്നത്. ബബിതയും കൃഷ്ണയും പഠിക്കാൻ പോകുന്ന സമയത്ത് രോഹിത്താണ് അലീനയുടെ ബൈസ്റ്റാൻഡറായിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് അലീനയെ ശ്രദ്ധിക്കുകയും കെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഷാജിയേട്ടനെയും കൂട്ടിക്കൊണ്ട് ശരണ്യയും അമ്മയും കൂടി വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ ശരണ്യയുടെ അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട്. ശരണ്യയുടെ അമ്മ ഇങ്ങനെ ദൂരെ മാറി നിൽക്കും. അമ്മ എന്തിനാ പേടിച്ച് നിൽക്കുന്നത്? ഒരു കുഴപ്പമില്ല അമ്മയെന്ന് ശരണ്യ പറയും. എന്നാലും എനിക്കെന്തോ ഈ വീടൊക്കെ കണ്ടിട്ട് എന്തോ ഒരു പേടി പോലെ. വീട് വലുതാണെന്നേ ഉള്ളൂ, ഇവിടെ ആൾക്കാരൊക്കെ നല്ല സ്നേഹമുള്ളവരാണ്. അലീന ചേച്ചി നമ്മളോട് പറഞ്ഞിട്ടില്ലേ എന്ന് പറയും. എനിക്കെന്തോ ഒരു പേടി പോലെന്ന് പറയും. ഉടനെ ഷാജി ചേട്ടൻ പറയും, ഒരു കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ കോളിംഗ് ബെൽ അടിക്കുകയാണ്. കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് രോഹിത്താണ് വന്ന് വാതിൽ തുറക്കുന്നത്. ശരണ്യയെ കാണുന്നതും രോഹിത് അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. കാരണം രോഹിത്തിന് എന്ത് പറയണമെന്നറിയത്തില്ല. ആ സമയത്ത് ശരണ്യ വളരെ പ്ലസൻ്റായിട്ട് കൂളായിട്ട് അടുത്തോട്ട് ചെന്നിട്ട് പറയും, എൻ്റെ പേര് ശരണ്യ, എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കും. ഉടനെ രോഹിത് പറയും, മനസ്സിലായെന്ന് പറയും. ഞാൻ അലീന ചേച്ചിക്ക് സുഖമില്ലെന്ന് അറിഞ്ഞ് വന്നതാണ്, എനിക്ക് ചേച്ചി ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും. ചേച്ചി റെസ്റ്റില്ല, അകത്ത് റൂമിലുണ്ടെന്ന് പറയും. ഞാനൊന്ന് കയറി കണ്ടോട്ടെ? അങ്ങനെ ഷാജിയേട്ടനും ഇങ്ങനെ പറയും. നോക്കുമ്പോൾ പറയും, ശരി മോള് പോയി കണ്ടിട്ട് വരാൻ പറയും. അപ്പോൾ ഷാജിയേട്ടൻ പറയും, അമ്മയും കൂടി ചെല്ല്, ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറയും.
അങ്ങനെ ശരണ്യയും അമ്മയും കൂടി ചേർന്ന് അകത്തോട്ട് പോയി അലീനെ കാണുകയാണ്. അകത്തോട്ട് കയറുന്ന റൂമിലോട്ട് കയറുമ്പോഴത്തേക്ക് അലീനെ കട്ടിലിൽ കാണുമ്പോഴത്തേക്ക് ശരണ്യ അലീന ചേച്ചി എന്ന് വിളിക്കും. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് വലിയ സന്തോഷം. മോളെ നീ എന്നെ കാണാൻ വേണ്ടി ഒറ്റയ്ക്ക് വന്നോ? ഏയ് അമ്മയുണ്ട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ശരണ്യ അങ്ങ് അലീനെ കെട്ടിപ്പിടിച്ചങ്ങ് കരയാണ്. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവും ശരണ്യയെ കണ്ടത്. ശരണ്യയ്ക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട് അലീനയുടെ ആ ഒരു കിടപ്പ് കാണുമ്പോൾ. നല്ല മിടിക്കായിട്ട് ഇരുന്നില്ല, പെട്ടെന്ന് അസുഖമൊക്കെ കാണുമ്പോൾ. അപ്പോഴത്തേക്കാണ് ശരണ്യയുടെ അമ്മ അകത്തോട്ട് വരുന്നത്. ശരണ്യയുടെ അമ്മ ശരണ്യെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് അവരുടെ കണ്ണൊക്കെ നിറയാണ്. സ്വന്തം ഒരു സഹോദരി, ഒരു കൂടപ്പിറപ്പിനെ പോലാണ് ശരണ്യെ അലീന കാണുന്നതെന്ന് അവർക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ നാളത്തെ മഴതോരും മുമ്പേൽ കാണാൻ പോകുന്നത്.